പ്രിയമുള്ള പട്ടികളെപ്പോലെ കുരക്കുന്ന നിരപരാധി നിരീശ്വരവാദി സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. പട്ടികളെപ്പോലെ കുരച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പട്ടികളെപ്പോലെ കുരച്ചുകൊണ്ട് മറുപടി പറയാതെ മനുഷ്യനെപ്പോലെ നല്ല സമാധാനത്തിൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ ആ കൊര, ആ ചാടി വീഴുന്ന കൊര, മുസ്ലിങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, മുസ്ലിങ്ങൾ അങ്ങനെയാക്കുന്നു, മതം മാറ്റുന്നു, മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് നബി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, വേറെ ആളെ കാര്യത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, മറ്റുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അതിലൂടെ ഒരാൾക്ക് പോകാൻ പറ്റില്ല, അത്രയും കുറയാണ്. എന്നിട്ട് ഒരാക്കിയ ശരിയാണ്. അപ്പോൾ നിരീശ്വരവാദികൾക്ക് നിരീശ്വരവാദമെന്ന മതമില്ലായ്മയിലേക്ക് ആളെ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ കുരച്ച് കഴിഞ്ഞാൽ ഈ കുര കണ്ട ആരെങ്കിലും നിങ്ങളൊപ്പരം കൂടുക? തലക്ക് സുഖമില്ലാത്ത ആളല്ലാതെ ഇത്രയും ഒരു ഇങ്ങനത്തെ മനുഷ്യന്മാർ അടുത്താരെങ്കിലും നിൽക്കുക? ആലോചിച്ച് നോക്കിയാൽ ഏത് കോലത്തിലാണ്, എന്താ അവസ്ഥ? നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് കണ്ടില്ലേ? മുസ്ലിങ്ങൾ അങ്ങനെയാക്കുന്ന RSS BJPക്കാരൊക്കെ പരദൂഷണം പറഞ്ഞ് പരത്തി അങ്ങനെയാക്കിയിട്ട്, കാരണം ഈ ജാതി വ്യവസ്ഥയും മതപ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ ഈ താഴ്ന്ന ജാതിക്കാരെ അടിച്ച് പണിയാക്കി അവരുടെ ഭാര്യനെ മറ്റുള്ള ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടാക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കീഴ്ജാതിക്കാർ അനുഭവിച്ചതിൻ്റെ പേരിലാണ് ഗാന്ധിജിയെ അടക്കം എത്ര സിമ്പിളായിട്ട് കൊന്നു തള്ളിയ മഹാത്മാഗാന്ധിജി. അപ്പോൾ ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യുന്ന ആളുകൾ ആണ് ഒരു ഭാഗത്തും മറുഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ കുരക്കുന്നതിൻ്റെ ഉള്ളിൽ അവർക്ക് ജനങ്ങളുടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കണം, ഒരു വർഗീയത ഉണ്ടാക്കണം ജനങ്ങൾക്ക് ഇടയിൽ. അതിന് മുസ്ലിങ്ങളെ ശത്രുക്കളാണെന്നാക്കി തീർക്കണം. യഥാർത്ഥ ശത്രുക്കൾ ആരാന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദുക്കളുടെ ഉള്ളിൽ ആ പേരും പറഞ്ഞ് പാവപ്പെട്ട ഹിന്ദുക്കളെ ജാതി പറഞ്ഞ് അടിയുണ്ടാക്കി ഗാന്ധിജിയെ വരെ കൊന്ന ആരാണ് എല്ലാവർക്കും അറിയാം. എന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. മുസ്ലിങ്ങൾ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ സമാധാനം എന്താണെന്നും സന്തോഷം എന്താണെന്നും ഒക്കെ അറിഞ്ഞത്. ആ ചരിത്രം മാറ്റി മുസ്ലിങ്ങളെ മതം മാറ്റിയിരുന്നു, ഹിന്ദുക്കൾ ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ചരിത്രം ഇവിടെയുള്ള എല്ലാ നല്ല ഹിന്ദുക്കൾക്കും അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ ഈ കുരക്കുന്ന മറ്റു പട്ടികളെ പോലുള്ള ആളുകൾ നിരീശ്വരവാദികൾ, അപ്പോൾ അത് ചോദിക്കുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ ആക്കുന്നത്. മുസ്ലിങ്ങൾ GCCയിൽ എത്ര രാജ്യങ്ങളുണ്ട്? അവിടെ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറി ആരെങ്കിലും കണ്ടു ഇതുവരെ? RSS BJP മതവർഗീയവാദികൾ അഴിഞ്ഞാടി ആളുകൾ തോണ്ടി നാട്ടിനെ പട്ടിയാക്കി, പട്ടിനെ നരിയാക്കി അങ്ങനെ പ്രശ്നത്തിലാക്കുന്ന. ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ എത്ര അടിച്ചു കൊലപാതകം നടന്നു പശുവിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിലല്ലോ. അത് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ അടിച്ചു കൊന്നയാ? RSS BJPക്കാർ അഴിഞ്ഞാടിയതല്ലേ? ഹിന്ദുക്കളൊന്നും ഇതിനൊന്നും ഇല്ല. ഹിന്ദു പേര് പറഞ്ഞ് നടക്കുന്ന വർഗീയവാദികൾ പ്രവർത്തിച്ചതല്ലേ? RSS BJPക്കാർ മാത്രം ഉത്തരവാദികൾ. നിരീശ്വരവാദികൾ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരാകുന്നത് കൊണ്ട് അവരൊന്നായിട്ടാണ്. അപ്പം ക്രിസ്ത്യൻസ് കുറച്ചൊന്ന് തലവെച്ച് നോക്കുന്നുണ്ട്. കാരണം ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യൻസിൽ തന്നെ ഒരുപാട് പുതിയ നിയമങ്ങൾ, പഴയ നിയമങ്ങൾ. അപ്പോൾ ദൈവം ആണോ, ദൈവത്തിൻ്റെ മകനാണോ, സ്പിരിറ്റാണോ, ത്രിമൂർത്തിയാണോ, ഒറ്റൊരാളാണോ ഒക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷനും ഇതൊക്കെ അതിൻ്റെ പേരിൽ
പുതിയ നിയമത്തിൽ നിന്ന് മാറി പഴയ നിയമത്തിലേക്ക് പോയൊരു മാറ്റം വന്ന് മാറ്റി എഴുതി അങ്ങനെ കൈകൾ കടത്തിയതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ അവർ കേടിയാ പറയേണ്ടത് എന്താ ചെയ്യണമെന്ന് തിരിയാത്തൊരു കൺഫ്യൂഷനിലുള്ള ഇതൊക്കെ ഇസ്ലാമിലേക്ക് ആളുകൾ ഓടി വരുന്നതിൻ്റെ വിഷയങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യങ്ങളൊക്കെ ഓടിത്തീർക്കാനുള്ള ഒരു ലോകം കണ്ട വർഗീയവാദി ഒരുപാട് കുറ്റം നടത്തിയ ഹിറ്റ്ലറൊക്കെ ആരാണ്? ഇന്ത്യയിൽ വന്നിട്ട് എത്ര പ്രോപ്പർട്ടിയാണ് അടിച്ചുകൊണ്ടത്? മുസ്ലിങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നതല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളും. മുസ്ലിങ്ങൾ എത്ര സന്തോഷത്തിലാണ് നാട് വളർത്തിയത്. ഓരോരോ കാര്യങ്ങൾ, ഓരോരോ വികസനങ്ങൾ ഈ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇവിടെയുള്ള പ്രോപ്പർട്ടിയും സാധനങ്ങളും അടിച്ചുകൊണ്ടുവന്നല്ലാണ്ട് എന്ത് വികസനമാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നിട്ട് അവസാനം അടിച്ചോടിക്കേണ്ട വന്നല്ലേ? ചരിത്രം എല്ലാവർക്കും അറിയുന്നല്ലേ? എന്നിട്ടാണ് മുസ്ലിങ്ങളെ കിട്ടുന്ന സമയത്തെല്ലാം കുറച്ച് ഈ കുറയ്ക്കുന്ന നിരീശ്വരവാദിക്കാരെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കോലത്തിലുള്ള ആളുകൾ ആ കോലത്തിൽ നിന്നായിരിക്കണം. അത്തരം കുറച്ച് വിദ്യാഭ്യാസവും ആളുകളോട് സംസാരിക്കുന്ന കോലവും മനുഷ്യന്മാരെ പോലെ പെരുമാറുന്നത്. ഒരു ആ പൊട്ടൻ തന്നെ പിന്നെ ഓർമ്മ വരുന്നത്. ആ പൊട്ടൻ ഡോക്ടറാണോ ഉള്ള പോലെ നമുക്കറിയില്ല, എന്തോ പേരിലും പറഞ്ഞിട്ട് കുറച്ച് നടക്കുന്നുണ്ട്. അത് കൊക്കക്കൊര കുറച്ചിട്ട് പിന്നെ വായ തുറന്നു കഴിഞ്ഞാൽ മുഹമ്മദ് നബി അങ്ങനെ ആക്കി, മുഹമ്മദ് നബി ഇങ്ങനെ ആക്കി. എടാ, മുഹമ്മദ് നബി എന്താ ചെയ്തതെന്ന് ലോകത്തെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏത് പാതിരാത്രിയും സ്ത്രീകൾ ഒറ്റക്ക് നടന്നു പോകാൻ പറ്റും, ആരും തൊടൂല. അറിയോ? അത് മുഹമ്മദ് നബി ചെയ്തതാ. ഇനി എൻ്റെ പഞ്ചായത്തിലില്ലേ, എല്ലാം പോട്ടെ, എൻ്റെ പഞ്ചായത്തിൽ പോട്ടെ, എൻ്റെ വീട്ടിലില്ലേ, എൻ്റെ വീട്ടിലുള്ളൊരു പെണ്ണ് പുറത്തിറങ്ങുന്ന ഒരു കോലത്തിൽ ഞാൻ ആക്കിയാട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. എനിക്ക് മുഹമ്മദ് നബി ആരെന്നോ ഇസ്ലാം മതം എന്താണെന്നോ എനിക്കിങ്ങനെ കുറച്ച് നടക്കാമെന്നല്ലാതെ എൻ്റെ കുര മാറാനുള്ള ഗുളിക അതില്ല ലോകത്ത്. ആ കുര മാറൂല. അത് ക്ഷയരോഗം പിടിച്ച് ചത്ത് അഡ്രസ്സില്ലാണ്ട് എവിടെയോ പോയി വീഴലല്ലാണ്ട് പിന്നെ ആർക്കും എന്താണെന്നൊന്നും. ഒരുപാട് ഇങ്ങനത്തെ കുരയുള്ള പട്ടികൾ കഴിഞ്ഞുപോയി, പട്ടികളെപ്പോലെ കുരക്കുന്ന ആളുകൾ കഴിഞ്ഞുപോയി. അവരാരും എവിടെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കുരക്കുന്ന സമയത്ത് കുറച്ച് നിർത്തി ചിന്തിച്ച് നോക്ക്. എവിടെയാ ആരാ പൊട്ടിത്തെറിച്ചേ? മദ്രസ പൊട്ടന്മാരെന്ന് കുറച്ച് ആൾക്കാർ പറയാനുണ്ടല്ലോ, മദ്രസ പൊട്ടന്മാർ. അപ്പോൾ അവരോട് പറയാനുള്ളത്, അങ്ങനെ ഒരു മദ്രസയും പഠനവും നമ്മളെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് കുറച്ച് മതപരമായിട്ട് പഠിക്കാനും മറ്റു മതസ്ഥരെ ബഹുമാനിക്കാനൊക്കെ പഠിച്ചു. അതൊന്നും ഇല്ലാത്ത ചില ചെറ്റകൾ എന്ന് പറയേണ്ടി വരും. കാരണം ചെറ്റകളായിട്ടാണ് ജീവിക്കുന്നത്, മതപഠനം ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് RSSും BJP ആയിട്ട് മറ്റുള്ള ആളുകളെ ശത്രുക്കളാക്കി കൊണ്ടുവന്നിട്ട് നാട് പൊട്ടിച്ചോറാക്കി വർഗീയതാക്കിയിട്ട് ഹിന്ദു രാജ്യമാക്കാമെന്ന് പറ്റിക്കുന്ന ഇന്ത്യക്കാരാണ്. ഇത് ഹിന്ദു രാജ്യമാക്കാം എന്നിട്ട് ആരാ ബ്രാഹ്മണർ താഴത്തുള്ള ആൾക്കാരെ അടിച്ചു കൊല്ലിട്ട് ഒരേ ഭാര്യനെ ഇടങ്ങാറാക്കിയിട്ടും നമ്മൾ കണ്ടല്ലേ. ഇപ്പോഴും നിലവിൽ നിൽക്കുന്നില്ല ഇന്ത്യയിൽ ജാതി വ്യവസ്ഥകളും കാര്യങ്ങളും. താഴ്ന്ന ജാതിക്കാരെങ്കിലും മേലെ ജാതിയിലുള്ള ആളെ പെണ്ണ് കഴിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം. ഇന്നത് RSS BJPക്കാർ പുറത്ത് പറയുന്നില്ല എന്നല്ലല്ലോ, മനസ്സിലതില്ലേ, ഉള്ളിലില്ലേ. മേൽജാതിയും താഴ് ജാതിയും ഒന്നുമില്ല, കഴിഞ്ഞോ? അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനും ആ രീതിയിൽ ജീവിക്കാനും ആ രീതിയിൽ സഹായിക്കാനും ഒക്കെ ഇസ്ലാമും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം തന്നെയാണ് ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ ആ രീതിയിലുള്ള കൾച്ചറുകൾ കണ്ടത്. ഹിന്ദു കൾച്ചർ ഒരു കൾച്ചറാണ്, അത് എല്ലാ കൾച്ചറിനെയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അംഗീകരിക്കുന്നു. ഏത് താഴത്തുള്ള ആളെ അടിച്ചു കൊന്നിട്ടും മുകളിലുള്ള ആൾ താഴത്തുള്ള ആളെ ഭാര്യയുടെ കിടക്ക പങ്കിട്ടിട്ടോ ചെവിയിലെയ്യും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളില്ലേ. എന്നിട്ട് RSS BJPക്കാർ ഇതൊക്കെ പൊത്തി വെച്ചിട്ട് അടിയുണ്ടാക്കാൻ മുസ്ലിങ്ങൾ പൊട്ടിത്തെറിച്ചത്, മുസ്ലിങ്ങൾ അങ്ങനെ ആക്കിയെന്ന്
എന്നിട്ട് വേണം മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. ഹിന്ദു താഴ്ന്ന ജാതിക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടതല്ലേ ഇസ്ലാം മതത്തിലേക്ക്. തലയിൽ തൊപ്പി തേച്ചപ്പോൾ മുസ്ലിം ആയപ്പോൾ അവർക്ക് ഉയർന്ന ജാതിക്കാരനോട് തോളോട് തോൾ സംസാരിക്കാനുള്ള അധികാരം കിട്ടുന്നത് കണ്ടപ്പോൾ ഓടി വന്നതല്ലേ. ജാതി മത വർഗീയ വ്യവസ്ഥകളില്ലാത്ത നല്ല സന്തോഷമോടുകൂടിയുള്ള ഉയർന്ന താഴ്ന്ന ചിന്താഗതി ഇല്ലാതെ എല്ലാവരും ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കിടന്നുറങ്ങുന്ന ജീവിതശൈലി കണ്ട് അത് പഠിപ്പിച്ച ലോകത്ത് സമാധാനം നിലനിർത്തിയ ആൾ തീവ്രവാദിയും ഭീകരവാദിയും ഇവിടുന്ന് സാധനം അടിച്ചു കൊണ്ടുപോയ എന്നിട്ട് ഇന്ത്യനെ നശിപ്പിച്ച നമ്മൾ കണ്ടതല്ലേ, ചരിത്രം പഠിച്ചല്ലേ, നമ്മളെല്ലാവരും അടിച്ചോടിച്ചല്ലേ. ഗാന്ധിജീനടക്കം അതിൻ്റെ ഇടക്ക് വർഗീയത പറഞ്ഞിട്ട് കൊന്നിട്ടില്ലേ. ഇതൊക്കെ ആരാ ചെയ്തത്? മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കുരച്ച് നടക്കുന്ന ഈ കുരയുള്ള ആളുകൾക്ക് അവർ ഓരോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, എങ്ങനെ മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ലേ. അതിന് ശേഷം എന്താ പറയുന്നത് അറിയാം? എവിടെ വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വന്ന് മുസ്ലിങ്ങളെ നല്ല നിലക്ക് സമാധാനത്തിൽ ഏകദൈവത്തെ വിശ്വസിക്കാൻ, ലോകം പഠിച്ച ദൈവമാരണോ ആ ദൈവത്തെ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, ആരാധിക്കാൻ പാടുള്ളൂ. ലോകം പഠിച്ചത് ആരാണോ അതാണ് ദൈവം. ഓക്കെ, ഒരേ ഒരു ദൈവം, ആ ഒരു ദൈവം ആണ് ലോകം പഠിച്ചത് എന്ന്. അതല്ലാത്ത ആരും മനുഷ്യനോ വേറെ വ്യക്തിയോ കല്ലോ മുള്ളോ ഒന്നുമല്ല. ലോകം ആരാണോ പഠിച്ചത് അതാണ് ദൈവം. അത് ഇനി ഹിന്ദുക്കൾ വേറെ പേര് വിളിച്ചോ, ക്രിസ്ത്യാനികൾ വേറെ പേര് വിളിച്ചോ, ജൂതന്മാർ വേറെ പേര് വിളിച്ചോ, മുസ്ലിങ്ങൾ വേറെ പേര് വിളിച്ചോ, ആരാണോ ലോകം പഠിച്ചത് അതിനാണ് അറബി ഭാഷയിൽ റബ്ബ് എന്ന് പറയാൻ. മുസ്ലിങ്ങളുടെ റബ്ബാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹു എന്നാണ്. അൽ ഇലാഹ് സൃഷ്ടാവ്, അതാണ് അറബിക്ക് പദം, അതാണ് വരുന്നത്. ആരാണോ പഠിച്ചത് അതാണ് പഠിച്ചത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾ കരുതി അള്ളാഹു എന്നുള്ളതൊരു പേരാണ്. അൽ ഇലാഹു, ഇലാഹ് ആരാധനക്ക് അർഹതയുള്ള ആൾ. ആര്? ദൈവം, ലോകം പഠിച്ച ദൈവം. അത് ഹിന്ദുക്കൾ ഒരു പേര് പറയുന്നു, ക്രിസ്ത്യൻസ് ഒരു പേര് പറയുന്നു, മുസ്ലിംസ് ഒരു പേര് പറയുന്നു. മുസ്ലിംസ് പറയുന്ന അറബിക്ക് പേര് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, സൃഷ്ടിച്ച ആൾ, അവരെ ആരാധിക്കണം. അപ്പം പറയുന്നത് സൃഷ്ടിച്ച ആൾ വലിയവനാണ്, സൃഷ്ടിച്ച ആൾ വലിയവനാണെന്നാണ് ബാങ്ക് കൊടുക്കുന്നത്. വലിയവൻ തന്നെയല്ല, അതിലാർക്കും സംശയം ഉണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ച ആളല്ലാതെ വേറൊരു ദൈവമില്ല അല്ലേ? അതല്ല അർത്ഥം വരുന്നത്. അവിടെ ഇവിടെ ആയിരിക്കാം ഗുരുപൊട്ടുന്നത്. മറ്റു ദൈവത്തിന് അങ്ങനെ ആക്കി മറ്റു ദൈവം തല്ലിപ്പോന്നൊക്കെ നിരീശ്വരവാദി കുറച്ച് കുരയെല്ലാം അവിടെ വെച്ചേക്ക് നമുക്കെല്ലാം പൊളിക്കാം ഇൻഷാ അല്ലാഹ്.